അയ്യന്റെ പേരിൽ ഞാൻ വോട്ട് ചോദിക്കും. അയ്യനെ മുന്നിൽ നിർത്തി തന്നെ ഞാൻ തിരഞ്ഞെടുപ്പിനെ നേരിടും. നിങ്ങൾ എന്ത് ചെയ്യും? എനിക്കെതിരെ നടപടി എടുക്കുമോ? എടുത്തുകൊള്ളുക. ഒരു പ്രശ്നവും ഒരു ചുക്കും എനിക്ക് സംഭവിക്കാനില്ല. പക്ഷേ അയ്യനെ മുന്നിൽ നിർത്തി ഞാൻ വോട്ട് ചോദിക്കുകയുമില്ല. ഇത് പറഞ്ഞത് ശോഭാ സുരേന്ദ്രനാണ്. എന്ത് പറഞ്ഞു എന്ത് ചെയ്തു എന്നുള്ളത് തന്നെ ഒരു സംശയമാണ്. കാരണം എന്താണ് പറഞ്ഞത് എന്നുള്ളത് പോലും ശോഭക്കറിയില്ല. എന്താണ് ഞാൻ രണ്ടാമത് പറഞ്ഞത് എന്നുള്ളത് പോലും ശോഭാ സുരേന്ദ്രൻ അറിയില്ല. വെല്ലുവിളി ഇങ്ങനെ ഘോരഘോരം നടത്തുകയാണ്. പക്ഷെ വെല്ലുവിളിക്കാൻ ഞാൻ തയ്യാറുമല്ല. അതാണ് ശോഭാ സുരേന്ദ്രൻ ഈ പറഞ്ഞതിലെ സാരം. ടിക്കാറാം മീണ AKG സെന്ററിലെ ജോലിക്കാരനാണ്. പിണറായി വിജയന്റെ ദാസ്യപ്പണിക്കാരനാണ്. പിണറായി വിജയന്റെ വാലാട്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ശബരിമലയെ മുന്നിൽ നിർത്തി അയ്യന് വേണ്ടി ഞാൻ തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്നുള്ളത്. പക്ഷേ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, അയ്യന് വേണ്ടി ഞാൻ വോട്ട് ചോദിക്കില്ല. സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുരേഷ് ഗോപിയും ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും ഒക്കെ എന്താണ് പറയുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. പക്ഷെ ഈ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംഘപരിവാറുകാർ. ഒന്നാകെ ഷെയർ ചെയ്യുകയാണ്. എന്തോ വലിയൊരു സംഭവമാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ. എന്ത് നടപടി വേണമെങ്കിലും ഞാൻ നേരിടാന്ന് പറഞ്ഞല്ലോ. ഈ നടപടി നേരിടാന്ന് പറഞ്ഞപ്പോ എന്തോ വലിയ സംഭവമാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്റ് അല്ലേ, ശോഭാ സുരേന്ദ്രൻ പ്രസംഗിച്ചതല്ലേ, ശോഭാ സുരേന്ദ്രന്റെ പ്രസ്താവനയല്ലേ, നമുക്കതങ്ങ് ഷെയർ ചെയ്തേക്കാം. അത് എന്ത് പറഞ്ഞു എന്നുള്ളത് ആരും മനസ്സിലാക്കാൻ തയ്യാറാവുന്നില്ല. ചിന്തിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. കാരണം വെല്ലുവിളിക്കാണ്, ഇങ്ങനെ ഘോരഘോരം വെല്ലുവിളിക്കാണ്. നടപടിയെടുക്കൂ. പക്ഷെ നടപടിയെടുക്കുന്ന പ്രസംഗമൊന്നും എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവില്ല. നടപടിയെടുക്കുന്ന പരാമർശങ്ങളൊന്നും എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവില്ല. അത്തരത്തിലുള്ള വിവാദ പ്രസംഗങ്ങൾ നടത്താനും ഞാൻ തയ്യാറുമല്ല. അതുകൊണ്ട് നടപടിയെടുത്തുകൊള്ളുക. എന്താണ് പറഞ്ഞത് എന്നുള്ളത് പോലും ഈ പറഞ്ഞ ശോഭാ സുരേന്ദ്രന് പോലും മനസ്സിലായിട്ടുണ്ടാവില്ല. ഇതാണ് ശോഭാ സുരേന്ദ്രൻ. ടിക്കാറാം മീണ പറഞ്ഞതുപോലെ, ടിക്കാറാം മീണ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ശബരിമല വിഷയം നിങ്ങൾ സംസാരിക്കേണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അയ്യപ്പനെ മുന്നിൽ നിർത്തി അയ്യന് വേണ്ടി വോട്ട് ചോദിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ശബരിമല വിഷയം സംസാരിച്ചോളൂ, പക്ഷെ അതല്ല പ്രശ്നം. അയ്യന് മുന്നിൽ നിർത്തി വോട്ട് ചോദിക്കാൻ പാടില്ല എന്നാണ് ടിക്കാറാം മീണ വളരെ വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ടിക്കാറാം മീണക്കെതിരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ശോഭാ സുരേന്ദ്രനും BJPയുടെ നേതാക്കളും. അതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. കാരണം ടിക്കാറാം മീണയുടെ ഓഫീസിൽ പോയി BJPയുടെ പാർട്ടി ഓഫീസാണെന്ന് കരുതി BJPയുടെ നേതാക്കന്മാര് ടിക്കാറാം മീണയെ ഒരുപാട് ശാസിക്കുകയുണ്ടായി. പൊട്ടിത്തെറിച്ച ടിക്കാറാം മീണ നല്ല കാച്ചലങ്ങ് നേതാക്കന്മാർക്കിട്ട് കാച്ചുകയും അതോടുകൂടി ഒരു ടിക്കാറാം മീണ പനി BJP നേതാക്കൾക്ക് ബാധിച്ചിരിക്കുകയാണ്. ആ പനിയെ എങ്ങനെ മറികടക്കുമെന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഇപ്പൊ നേതാക്കൾ ഉള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അതായത് ടിക്കാറാം മീണയെ വെല്ലുവിളിക്കാതിരുന്നതായിട്ട് പൊതുജനങ്ങൾക്ക് തോന്നാൻ പാടില്ല. ടിക്കാറാം മീണയെ അനുസരിച്ചതുപോലെ പൊതുജനങ്ങൾക്ക് തോന്നാൻ പാടില്ല. ഞങ്ങൾ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ അവരെ അനുസരിച്ചതുപോലെ പൊതുജനങ്ങൾ വിചാരിക്കാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള, അതായത് പറയുന്നതൊന്ന് അതിന്റെ അർത്ഥം വേറെ ഒന്ന്, ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളും പ്രസ്താവനകളും ഇവർ നടത്തിക്കൊണ്ടേയിരിക്കും. സത്യാവസ്ഥയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും, പൊതുവെ BJPയുടെ സ്ഥാനാർത്ഥികൾക്കും മറ്റുള്ളവർക്കൊക്കെ ടിക്കാറാം മീണയെ നല്ല രീതിയിൽ പേടിയുണ്ട്. അതുകൊണ്ട് മയമായിട്ടുള്ള രീതിയിലാണ് അവരൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നുള്ളത്. ഉദാഹരണത്തിന് സുരേഷ് ഗോപിയുടെ അവസ്ഥ തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ കാണാം. സുരേഷ് ഗോപി ആദ്യഘട്ടത്തിൽ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയായിരുന്നു. പക്ഷെ കൃത്യമായൊരു നടപടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് പോയപ്പോൾ അതും അവിടെ അവസാനിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നടപടിയെടുക്കാനുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് നടപടിയെടുത്തോ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.